നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. അല്പം പോലും അഹന്തയത്തടയുവാനെന്നല്ലതിന്മൂലമായി പിൽപ്പാടങ്ങളുവായിടും ദുരിതവും ദൂരീകരിച്ചിടുവാൻ ത്വൽപാദാബ്ജക കുരുന്നിലനിശം കൽപ്പോടനക്കം വിനാ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരം മേ ഭയം ദേവി ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 13-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിൽ ക്രോധമുണ്ടാവാനും പരസ്പരം ശപിക്കാനുമുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് ആ കഥകളെ വർണ്ണിച്ചു വരുന്നു. അപ്പോഴാണ് യാദൃച്ഛികമായിട്ട് വേട്ടയാടാൻ പോയ ഹരിശ്ചന്ദ്രൻ്റെ മുന്നിൽ പൂർവ്വ വൈരാഗ്യം വെച്ചുകൊണ്ട് ഒരു വിപ്രന്റെ വേഷത്തിൽ വിശ്വാമിത്രൻ വന്ന് വഞ്ചന മാർഗത്തിലൂടെ ഹരിശ്ചന്ദ്രൻ്റെ കയ്യിലുള്ള എല്ലാറ്റിനെയും ധനധാന്യങ്ങളെയും രാജ്യത്തിനെയും എല്ലാം തട്ടിയെടുത്ത കഥയെ അവിടെ വളരെ ചുരുക്കി പറഞ്ഞത്. എന്തായാലും ഇപ്പോഴേ സത്യസന്ധനായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ വിശ്വാമിത്രൻ്റെ വാക്കുകളിൽ വീണുപോയി. തൻ്റെ കയ്യിലുള്ളതിനെയെല്ലാം പറഞ്ഞ വാക്കിനെ പാലിക്കാനായിക്കൊണ്ട് ചോദിച്ചതനുസരിച്ച് വിശ്വാമിത്രന് ദാനമായിട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു. തലപോയാലും സത്യം അസത്യം ചെയ്യില്ല എന്ന ആ പ്രമാണത്തെ അനുസരിച്ച് ജീവിച്ചു വന്ന ഹരിശ്ചന്ദ്രൻ എല്ലാം തൻ്റെ കയ്യിലുള്ളതെല്ലാം നശിച്ചാലും അസത്യം ചെയ്യില്ല എന്ന അതിൽ ഉറച്ചു നിന്ന് എല്ലാം ദാനമായിട്ട് വിശ്വാമിത്രന് കൊടുത്തു. തൻ്റെ ശിഷ്യനായിട്ടുള്ള ഹരിശ്ചന്ദ്രനെ വിശ്വാമിത്രൻ വഞ്ചിച്ചു, എല്ലാം തട്ടിയെടുത്തു എന്ന് മനസ്സിലാക്കി വസിഷ്ഠരെ നിർധനനാക്കി നിർദ്ദേശനാക്കി നിർത്തിയ ഹരിശ്ചന്ദ്രനിൽ ദയയും കാരുണ്യവും ഉണ്ടായ അദ്ദേഹത്തിൻ്റെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ വിശ്വാമിത്രൻ ചെയ്ത ഈ പ്രവൃത്തിയിൽ ക്രുദ്ധനായി ഇതാ വനത്തിലെത്തി വിശ്വാമിത്രനോട് ചോദിച്ചു, ക്ഷത്രിയ അധമ ദുർബുദ്ധേ, നീ വെറുതെയാണ് ബ്രാഹ്മണവേഷം ധരിച്ചിരിക്കുന്നത്, അഹങ്കാരിയാണ് നീ ഭഗധർമ്മം കാട്ടി എന്തുകൊണ്ട് ഞെളിഞ്ഞു നിൽക്കണു എന്ന് പറയാം. ഭഗധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗൻ എന്ന് പറഞ്ഞാൽ കൊറ്റി, കൊറ്റിക്കാണ് സംസ്കൃതത്തിൽ ഭഗൻ എന്ന് പറയുക. ഇപ്പം എന്താ അവിടെ ഭഗധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊറ്റി വെള്ളത്തിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുമാതിരി മറ്റാർക്കും നമുക്കോ മറ്റുള്ള മൃഗങ്ങൾക്കോ പറ്റില്ല. അനങ്ങാതെ ഒരിത്തിരി പോലും ഇളകില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ചെറിയ ഒരു ഇളക്കം നമുക്ക് ചിലപ്പോൾ കണ്ണുകൊണ്ട് പോലും നേരിട്ട് കണ്ടാൽ അനങ്ങിയോ എന്ന് തോന്നില്ല. പക്ഷേ ഒരു ചെറിയൊരു അനക്കം, കണ്ണുകൾക്ക് പോലും കാണാൻ പറ്റാത്തൊരനക്കം, ആ അനക്കം ഉണ്ടായാലും ഈ ജലത്തിൽ തരംഗങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയണത്. അപ്പോൾ ജലത്തിൽ കൊറ്റി നിൽക്കുമ്പോൾ ചെറിയൊരിളക്കം മതി, അത് ജലത്തിലെ തരംഗങ്ങൾ ഉണ്ടാക്കും. ഈ ജലത്തിലുള്ള ഈ തരംഗങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പിടിച്ചെടുക്കാൻ പറ്റുന്ന ജീവികളാണ് മത്സ്യങ്ങൾ. അപ്പോൾ ഈ കൊറ്റിയുടെ ആഹാരം ഈ മത്സ്യങ്ങളെയാണല്ലോ ഈ കൊറ്റി പിടിക്കാനായിട്ട് ജലത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു കാലിലൊക്കെ നിൽക്കണമെന്നൊക്കെയാണ് പറയുക. ഒറ്റ കാലിലൊക്കെ അതിങ്ങനെ അനങ്ങാതെ തൻ്റെ ദൃഷ്ടിയെ മാത്രം ജലത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ നിർത്തും. അപ്പോൾ ഇളക്കമില്ല എന്ന് കാണുമ്പോൾ അവിടെ മത്സ്യങ്ങൾ വരുള്ളൂ. ഇളക്കം വന്നാൽ ചിലപ്പോൾ മത്സ്യങ്ങൾ ഓടിപ്പോവും. അപ്പോൾ ഇളക്കമില്ലാതെ അവിടെ അങ്ങനെ നിൽക്കും, ഒന്നുമില്ല അവിടെ എന്ന് വിചാരിച്ചുകൊണ്ട് മത്സ്യങ്ങൾ അറിയാതെ ഭാവം അവിടെ വരുമ്പോൾ അതിനെ ഉടനെ കൊത്തി തിന്നും. ഇതാണ് ഭഗധർമ്മം എന്ന് പറയുക. ഒരു തരത്തിലുള്ള വഞ്ചന അല്ലേ?
അതാണ് അവിടെ കൊറ്റികൾ ചെയ്യുന്നത് മത്സ്യത്തോട്. ഇവിടെയും അങ്ങനെയാണ് ചെയ്തത്. എന്താ ചെയ്തത്? സ്വന്തം വേഷത്തിലല്ല, ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന് ചതിച്ച് ഹരിചന്ദ്രനിൽ നിന്നും സർവ്വതും തൻ്റെ കൈക്കലാക്കിയ വിശ്വാമിത്രൻ. ഇതിൽ ദേഷ്യം വന്നു. നീയൊക്കെ അധമനാണ്, ദുർബുദ്ധിയുള്ളവനാണ്, വെറുതെ ഇതാ കുറെ ജ്ഞാനിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ബ്രാഹ്മണന്റെ വേഷവും കെട്ടി നടക്കണു എന്നല്ലാതെ കണ്ട് ഭഗധർമ്മമാണ് നീ ചെയ്യുന്നത്, മറ്റുള്ളവനെ വഞ്ചിക്കുക, ചതിക്കുക, ഇതൊക്കെയാണെന്ന് എൻ്റെ മനസ്സിലുള്ളത്. രാജർഷിയായിട്ടുള്ള ഈ ഹരിചന്ദ്രൻ ഒരു അപരാധവും കൂടാതെ ഉള്ള അവനെ നീ എന്തിനാണ് ഈ ദുഃഖത്തിലേക്ക് തള്ളിയിട്ടത്? അവനെ വഞ്ചിച്ചുകൊണ്ട് അവൻ്റെ എല്ലാ സ്വത്തും സ്വതന്ത്രവും എല്ലാം തൻ്റെ കയ്യിൽ വഞ്ചനയിലൂടെയാക്കി അവനെ പരാധീനനാക്കിയത് ഈ ഭഗധർമ്മം ഉപയോഗിച്ചുള്ളത് കാരണം കൊണ്ട് ഭഗധ്യാനപരോ യസ്മാൽ തസ്മാൽ ത്വം വൈ ബകോ ഭവ, തസ്മാൽ ത്വം വൈ ബകോ ഭവ. ആ ഭഗത്തിൻ്റെ കൊറ്റിയുടെ ധർമ്മം, ഏതൊരു കൊറ്റിയുടെ ധർമ്മം എടുത്തുകൊണ്ടാണോ നീ ഹരിചന്ദ്രനെ വഞ്ചിച്ച് എല്ലാ സ്വത്തും എല്ലാ ധനവും കൈക്കലാക്കിയത്, ആ കൊറ്റിയായിപ്പോ നീ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ വിശ്വാമിത്രനെ വസിഷ്ഠൻ ശപിച്ചു എന്ന് പറയാപ്പോ എന്താണ് കാരണം വസിഷ്ഠൻ ശപിക്കാൻ എന്നുള്ളതിനെയാണ് ജനമേജയൻ ചോദിച്ചതനുസരിച്ചിട്ട് ഇവിടെ വ്യാസൻ പറഞ്ഞു വരുന്നത്. എന്തായാലും വിശ്വാമിത്രനും താപസ്വിയാണ്, അദ്ദേഹത്തിനും നല്ല തപസ്സും ശക്തിയൊക്കെയുണ്ട്. ഈ വിധം തന്നെ കൊറ്റിയാകാനായിട്ട് ശപിച്ച സമയത്ത് പ്രതിശാപം കൊടുത്തു എന്നാണ് പറയണത്. വിശ്വാമിത്രനും ത്വമാപ്യാഢിർഭവായുഷ്മൻ ബകോ അഹം യാവദേവ ഹി ഏവം പരസ്പരം ദത്വാ ശാപം തൗ ക്രോധപീഡിതൗ. എത്ര കാലം ഞാൻ ഭഗമായിട്ടിരിക്കണോ, നീ ഇപ്പം എന്നെ ശപിച്ചില്ലേ ഭഗമായിട്ടിരിക്കേ എന്ന്, കൊറ്റിയായിട്ട് പോകുന്നെന്ന്. എത്ര കാലം ഞാൻ കൊറ്റിയായിട്ടിരിക്കുന്നു അത്രയും കാലം നീയും കൊറ്റിയായിട്ടിരുന്ന ഈ മീനിനെ കൊത്തിത്തിന്ന് കഴിയാൻ നടക്കും. ഇടവരട്ടെ, നീയും കൊറ്റിയായിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് വിശ്വാമിത്രനും വസിഷ്ഠനെ ശപിച്ചു. ഇങ്ങനെയാണ് അവർ രണ്ടുപേരും പരസ്പരം ശാപഘ്നരായിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ച് രണ്ടുപേരും കൊറ്റിയായി തീർന്നത് എന്ന് പറയാണ്. വളരെ വേഗം രണ്ട് മഹർഷിമാരും ഭഗരൂപത്തിലുള്ള രണ്ട് പക്ഷികളായിട്ട് ജനിച്ചു. ഒരു വൃക്ഷത്തിൽ കൂടുകെട്ടിയിട്ട് ഭഗരൂപധാരിയായിട്ടുള്ള വിശ്വാമിത്രൻ മാനസസരസിൽ താമസമാക്കി. വസിഷ്ഠനും മറ്റൊരു വൃക്ഷത്തിൽ മറ്റൊരു കൂടുണ്ടാക്കിക്കൊണ്ട് അതേ രൂപം ധരിച്ച് അവിടെ തന്നെ ജീവിച്ചു വന്നു. ഇരുവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊറ്റികളായിരിക്കുമ്പോഴും ആ വൈരം അവരുടെ മനസ്സിൽ നിന്നും പോയില്ല. രണ്ടുപേരും ദിവസം തോറും ക്രോധിഷ്ഠരായിട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊക്കുകളെ കൊണ്ട് കുത്തിയും കാലുകളെ കൊണ്ട് ചവിട്ടിയും മാന്തിയും നഖങ്ങളെ കൊണ്ട് ശരീരങ്ങളെ പരസ്പരം കീറിമുറിച്ചും അങ്ങനെ വിദ്വേഷത്തിൽ സ്വയം ദുഃഖിച്ചും മറ്റുള്ളവരെ ദുഃഖിപ്പിച്ചുകൊണ്ടും രണ്ടുപേരും അനേകം വർഷം ഈ ഭഗത്തിൻ്റെ രൂപത്തിൽ, കൊറ്റിയുടെ രൂപത്തിൽ അവിടെ ആ സരസിൽ അവർ കഴിഞ്ഞു എന്ന് പറയാണ്. നോക്കൂ, പരസ്പരം ശപിച്ച് എന്താ ഒരു ഗുണമുണ്ടായത്? ഇപ്പോഴ് രണ്ടുപേരും കൊറ്റിയായി. രണ്ടുപേരും കൊറ്റിയായിട്ടും പിന്നെയും എന്തുകൊണ്ട് ഈ വിധത്തിലായി എന്ന് ചിന്തിച്ച് ഭഗവാനെ സ്മരിക്കാനല്ല, അപ്പോഴും ആ വൈരം, ആ ക്രോധം വിടാതെ കണ്ട പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടും രണ്ടുപേരും യുദ്ധം ചെയ്തുകൊണ്ട് നിന്നു എന്ന് പറയാണ്. എന്തായാലും ബാക്കി ഭാഗങ്ങളെ നമുക്ക് അടുത്ത
നാളെ അവലോകനം ചെയ്യാം.